ഗൈസ്, അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുള്ള നാടാണ്. ആ സാഹചര്യത്തിലാണ് നമുക്ക് ഒരു വിഷയം കേട്ടാലും പൂർണ്ണമായ സത്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. ഈ അറിവിന്മേൽ വെച്ച് തന്നെയാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ദിയ കൃഷ്ണകുമാറിന്റെ മകൾ കൃഷ്ണ സിസ്റ്റേഴ്സിൽ രണ്ടാമത്തെ കുട്ടി OBOC എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ചു കാലമായി ഉണ്ട്. നല്ല ജുവൽസ് ഒക്കെ വരുന്നത്, അതായത് ഈ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇവിടെ റെന്റൽ ജുവൽസും ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ജുവൽസിന്റെ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അതില് 3 സ്റ്റാഫുകളും കൂടി ചേർന്ന് ദിയെ പറ്റിച്ചു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കേട്ട വാർത്ത. അതായത് 69 ലക്ഷത്തിലധികം തുക ഷോപ്പിൽ നിന്ന് ഇവര് QR കോഡ് മാറ്റി കാണിച്ച് പറ്റിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായും പറയാതെ അപ്പുറത്തെ ഭാഗത്ത് എന്തെങ്കിലും കാരണമല്ല. അവരൊരു വീഡിയോ പുറത്തു വിട്ടിരുന്നു, ഞങ്ങളിങ്ങനെ തുക ഷെയർ ചെയ്തെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ അവർ പുറത്തും വിട്ടിരുന്നു. ഇപ്പൊ ഇവര് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് തന്നെ പറഞ്ഞു, അങ്ങനെയല്ല സത്യം, ഈ പൈസ ഒരുമിച്ച് അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ടാക്സ് വരുമെന്ന് പറഞ്ഞ് സ്റ്റാഫുകൾ തന്നെ വാങ്ങിച്ചിട്ട് അവസാനത്തെ ഈ തുക ഇത് ഒരു തുകയായിട്ട് ദിയെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോരോ QR കോഡുകൾ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നു. അവരാദ്യം പരാതി കൊടുക്കാൻ പോയെന്നും അത്രയും നേരം ഇരുന്നിട്ടും അതിനെതിരെ ഒരു ആക്ഷൻ എടുത്തില്ലെന്നും, എന്നാൽ കൃഷ്ണകുമാറും ഫാമിലി വന്നപ്പോൾ അവരെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ അവര് തിരിച്ചു വിട്ടു എന്നാണ് ഇപ്പം ആ കുട്ടികൾ പറയുന്നത്. പിന്നെ ജാതീയമായ അധിക്ഷേപം നടത്തി. ജാതീയമായ അധിക്ഷേപം നടത്തുന്നുണ്ടെങ്കിൽ അതൊരു വിവരമില്ലായ്മയാണ്. പക്ഷെ ഇത് നടത്തിയോ ഇല്ലേ, ഇതിപ്പോ രക്ഷപ്പെടാനുള്ള, അതായത് എതിർഭാഗക്കാർക്ക് രക്ഷപ്പെടാനുള്ള അവസരമായിട്ടും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതില് സത്യമുണ്ടോ കള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എങ്കിലും ജാതീയപരമായ അധിക്ഷേപം നടത്തുന്നത് വിവരമില്ലായ്മയാണ്. അത് അവിടെ അവസാനിച്ചു. അപ്പൊ ഈ ഒരു നിയമത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പം എല്ലാവരും നിയമത്തിന് തുല്യരാണെങ്കിലും നിയമപാലകരുടെ മുമ്പിൽ എത്തുമ്പം എല്ലാവരും തുല്യരല്ല. ഒരു തുല്യമായ സ്വീകരണം നമുക്ക് കിട്ടാറില്ല. അത് എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒക്കെ പോയവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, എല്ലാവർക്കും ഒരേ സ്വീകരണം കിട്ടില്ല. അവിടെ മനുഷ്യരാണ്. കോട്ടിട്ട് കഴിയുമ്പം, യൂണിഫോം ഇട്ട് കഴിയുമ്പം ഇവരുടെ സ്വഭാവങ്ങൾ മാറും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇപ്പൊ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനും സിനിമാ നടനും മക്കൾക്കും കിട്ടുന്ന പരിഗണന സ്റ്റേഷനിൽ ചെല്ലുമ്പം ഈ ഒരു പരാതി കൊടുക്കാൻ ചെല്ലുന്ന 3 പെൺകുട്ടികൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഒരു പക്ഷെ ആ പറയുന്നതിൽ വസ്തുത ഉണ്ടാവും. ഇങ്ങനെ 69 ലക്ഷം രൂപ പറ്റിച്ചുവെങ്കിൽ അത്രയും വരുമാനം ആ ഷോപ്പിലുണ്ടോ? ഒരു ഷോപ്പിൽ നിന്ന് ഇത്രയും വരുമാനം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത്രയും വരുമാനം ഈ അതായത് ഒരു 4 സിസ്റ്റേഴ്സിൽ ഒരാളെ ഇവരാരും അറിയാതെ ഇത്രയും കുട്ടികൾ പറ്റിച്ചപ്പം, ഈ കാലത്ത് നമുക്കറിയാലോ, ടെക്നോളജീസ് ടു അഡ്വാൻസ്ഡ് ആയ കാലത്ത് അങ്ങനെ ഇങ്ങനെയൊന്നും കയറി പറ്റിച്ച് കളയില്ല. കാരണം പറ്റിക്കാനുള്ള ധൈര്യം കാണിക്കില്ല. കാരണം പിടിക്കപ്പെടും എന്നുള്ളത് വളരെ ഷുവറാണ്. മാത്രമല്ല ഈ ഫുൾ ടൈം ഇതിലൊക്കെ ഇൻവോൾവ് ആയവരെ സംബന്ധിച്ചിടത്തോളം, കാര്യം സ്റ്റോക്ക് എടുക്കുകയും വിൽക്കുകയും എത്ര എണ്ണം പോയി എന്നൊക്കെ ഈ CCTV ഒക്കെ നോക്കുന്ന സാഹചര്യത്തിൽ മേ ബി പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും ഒരു കള്ളത്തരം കാണിക്കാനുള്ള ധൈര്യം, അത് നമ്മളെ മുതലാളി ആര് എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടല്ലോ, ആരും കാണിക്കില്ല. പക്ഷേ ഒരിക്കലും ഒരാളെയും എന്താ പറയാനാ കുറ്റപ്പെടുത്താൻ വേണ്ടി, ഇപ്പം നമ്മളെ മുതലാളിയാവാം തൊഴിലാളിയാവാൻ വേണ്ടിയിട്ട് ഈ കള്ളക്കേസുകളൊന്നും കൊടുക്കുന്നത് ശരിയല്ല. വഴിയേ മറ്റ് കള്ളങ്ങളൊന്നും കയറിയില്ലെങ്കിൽ ഇതിന്റെ സത്യം നമുക്കറിയാം. ഒരു ഷോപ്പിൽ എത്രത്തോളം കച്ചവടം നടന്നു എന്നും ഇത്രയും ലക്ഷം രൂപയുടെ പൈസ അവര് കൈമാറ്റം ചെയ്യണമെങ്കിൽ ആ കൈമാറ്റം ചെയ്യാനുള്ള സാധനങ്ങൾ അതിനകത്തുണ്ടോ എന്നും, പിന്നെ QR കോഡ് വഴി പറ്റിച്ച സ്ഥിതിക്ക് ഇവര് 3 പേരെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അവർക്ക് മറ്റ് വരുമാനങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ വരുന്ന പൈസകൾ എവിടെയെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ചോദിക്കാവുന്നതേ ഉള്ളൂ. അത് ഇതിന്റെ സത്യം പുറത്തു വരണമെന്നുള്ള മനസ്ഥിതിയിൽ അന്വേഷിച്ചാൽ അത് 2-3 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിലേതെങ്കിലും ഒരാളുടെ ഭാഗം ജയിച്ചാൽ മതി എന്നാണ് മനസ്സിലെങ്കിൽ പിന്നെ സത്യം പുറത്തു വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്.